ഹായ് ഓൾ, അർച്ചനയാണ് ഫ്രം മയൂര. ഇന്ന് നമ്മളുടെ എക്കണോമി ഹാരം കളക്ഷൻസിൻ്റെ ലൈവാണ് കേട്ടോ. എക്കണോമി ഹാരം കളക്ഷൻസ് ഞാൻ നേരത്തെ ഓൾറെഡി നമുക്ക് നമ്മുടെ റിപ്പബ്ലിക് ഡേ കളക്ഷൻസിൻ്റെ 3 ദിവസത്തെ ലൈവ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞത് കാരണമാണ് ഞാൻ ഇന്നത്തേതിന് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പ്രൊമോ ഒന്നും ഇടാഞ്ഞത്. അപ്പോൾ ഞാൻ പക്ഷേ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാനൊന്ന് കൊടുത്തിരുന്നു, ലൈവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിരുന്നു, ഗോയിങ് ടു സ്റ്റാർട്ട് സൂൺ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ. ഇപ്പോൾ ലൈവിൽ നമ്മളെ ലൈവിൽ ഓൾറെഡി കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഹായ് ആതിര. ശ്രീജ രമേശ് ഹായ്. നിഖില രാജേഷ് ഹായ്. ഹായ് ഷാരു. പെട്ടെന്ന് തീർക്കാൻ പറ്റും. 11 വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ. 11 കളക്ഷൻസ് ഉള്ളി. എക്കണോമി ഹാരം കളക്ഷൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തീർക്കാം. എക്കണോമി കളക്ഷൻസ് ആണ്. ഓൾ വിത്തിൻ 1000 റുപ്പീസ് കേട്ടോ. വിത്തിൻ 1000 റുപ്പീസിലുള്ള ഹാരം കളക്ഷൻസ് ആണ്. അപ്പം ഞാൻ പെട്ടെന്ന് തീർക്കാം. ഞാനൊന്ന് പെട്ടെന്ന് ഷെയർ ചെയ്തോട്ടെ. നിങ്ങളും എല്ലാവരിലോട്ടും ഒന്ന് ഷെയർ ചെയ്യൂ. ഓക്കെ, നല്ല തലവേദനയാ. സുചിത്ര സുജി ഹായ്. ഭവ്യ സന്തോഷ് ഹായ്. സ്മിത സുനിൽ ഹായ്. ഷിത സുനിൽ ഹായ്. താങ്ക് യു നിത കുമാരി, താങ്ക് യു സോ മച്ച്. അജിത കുമാരി ഹായ്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. വലിയ താമസമൊന്നും ഞാൻ വെക്കുന്നില്ല. ഇനിയും താമസിച്ച് കഴിഞ്ഞാൽ ശരിയാവത്തുമില്ല. ഓൾറെഡി 8:45. 11 വെറൈറ്റീസേ ഉള്ളൂ. ഓക്കെ, ഞാൻ പെട്ടെന്ന് തുടങ്ങുവാണ്. എൽ സീരീസ് ആണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. എൽ സീരീസ്. എൽ ഫോർ ലോങ്, രണ്ടും എൽ ആണേ. എൽ സീരീസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെറ്റ് LL01 ആണ്. 770 റുപ്പീസ് ഉള്ളി. 770 രൂപ. 770 റുപ്പീസ് ഉള്ളി. ഇതാണ് ഹാരം. ഒരു നമ്മളുടെ ഈ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പേൾ ബീഡ്സ് ആണ്. ഇവിടെ ഗുങ്കുരു പോലെയാണ് വന്നിരിക്കുന്നത്. ഒട്ടിച്ച് വെച്ചിരിക്കുന്ന അല്ല, അതിങ്ങനെ ഹാങ്ങിങ് ആയിട്ടുള്ള ടൈപ്പാണ്. അതിന് മാച്ചിങ് ആയിട്ടുള്ള ജിമുക്കയും വരുന്നത് കേട്ടോ. മാച്ചിങ് ആയിട്ടുള്ള ഒരു ജിമുക്കയും വരുന്നു. ജസ്റ്റ് 770 റുപ്പീസ് ഉള്ളി. എക്കണോമിക് കളക്ഷൻസ് ആണ്. ഗ്രാൻഡ് റിപ്പബ്ലിക് സെയിലിന്റെ ഭാഗമായിട്ടുള്ള കളക്ഷൻസ് ആണ്. പിന്നെ നമ്മൾ ഇന്നലത്തെ അതേ ഓഫറും ഇപ്പോഴും ഉണ്ട്. ബൈ 2 and get 5% ഡിസ്കൗണ്ട് ആണ് കേട്ടോ. ബൈ 2 and get 5% ഡിസ്കൗണ്ട്. അപ്പൊ അതിനകത്തെ ഫസ്റ്റ് സെറ്റ് ആണിത്. LL01 ആണ്. 770 റുപ്പീസ്. ഈ നിങ്ങൾക്ക് ഇപ്പം പ്രത്യേകിച്ച് ലോങ് ഹാരം കാണിക്കുമ്പോൾ ചിലപ്പോൾ താഴേന്ന് വരുന്ന കമന്റ്സ് കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് മാല കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ലൈവ് എടുക്കുക. ലൈവ് എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ഇങ്ങോട്ട് കേട്ടോ, നിങ്ങളുടെ വലത്തെ സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് വിടുക. ഓക്കെ, അങ്ങനെ വിടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ കമന്റ്സ് ഫുള്ള് മാറിക്കോളും. ഓക്കെ, അപ്പൊ ഞാൻ ഈ വെക്കുന്നത് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും കേട്ടോ. ജ്വല്ലറി ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗീതു വിജേഷ് ഹായ്. രഞ്ജു പ്രിയ ഹായ്. അമ്പിളി ഹായ്. രാജലക്ഷ്മി ഹായ്. LL01 ആണിത്. 770 റുപ്പീസ് ഉള്ളി കേട്ടോ. ബൈ 2 ഗെറ്റ് 5% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ ഇന്നലത്തെ സ്റ്റഡ്സിന്ന് ഒരെണ്ണം, ഇന്നത്തെ ഒരെണ്ണം കൂടെ നിങ്ങൾക്ക് മേടിച്ചു കഴിഞ്ഞാലും 5% ഡിസ്കൗണ്ട് കിട്ടും. ഇന്നത്തെ ലൈവിൽ നിന്ന് 2 മേടിച്ചാലും 5% ഡിസ്കൗണ്ട് കിട്ടും. നാളത്തതും കൂടെ ചേർത്തിട്ട് മേടിക്കാനാണെങ്കിലും 5% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ.
അപ്പോൾ LL01 ആണിത് 770 റുപ്പീസ്. ക്ലോസപ്പിൽ കാണിക്കാം. ദേവിയാണിത്. മാലയിൽ ഗ്രീനും റെഡ് സ്റ്റോൺസ് ഇടയ്ക്ക് വരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം കേട്ടോ. ഒരെണ്ണം ഞാൻ ഇട്ട് കാണിക്കാം. സെറ്റായിട്ടാണ് കേട്ടോ. മാലയും ലോക്കറ്റും കൂടെ സെറ്റ്, ഐ മീൻ മാലയും ആ ജുമുക്കയും കൂടെ സെറ്റായിട്ടാണ്. സെറ്റായിട്ടേ കിട്ടത്തുള്ളൂ, സെപ്പറേറ്റ് കിട്ടില്ല. ഓക്കെ, LL01 ആണിത് 770. കണ്ടോ, നല്ല ഭംഗിയുള്ള സെറ്റാണ്. LL01 ആണ് 770, 770 രൂപ. 770 റുപ്പീസ് ഉള്ളി. വിനോദ് കുമാർ നായർ ഹായ്. 770 ആണ് കേട്ടോ ഇപ്പൊ കാണിച്ചത്. 770 പെൻഡന്റ്. ഓക്കെ, അടുത്തത് അതിന്റെ തന്നെ ഫുൾ ഗോൾഡ് ബീഡ്സ് വരുന്നതാണ്. വേറെ ഒരു വ്യത്യാസവും ഇല്ല. മറ്റേതിന് പേൾ ആണെന്നുണ്ടെങ്കിൽ ഇതിന് ഫുള്ള് ഗോൾഡ് ബീഡ്സ് വരുന്ന സെറ്റാണ്. LL02 ആണ്. അഗെയിൻ 770 റുപ്പീസ് ഉള്ളി. കമ്മലാണോ? കമ്മൽ വരുന്നുണ്ട്. LL02 ആണ് 770. സെയിം സാധനത്തിന് തന്നെ ഗോൾഡ് ബീഡ്സ് വരുന്നതാണ്. വേറെ വ്യത്യാസമൊന്നുമില്ല. LL02 കമ്മലിന് താഴെ വരുമ്പോഴത്തേക്കും ഗോൾഡ് ബീഡ്സ് ആണ്. മറ്റേതിന് പേൾ ആയിരുന്നു, ഇതിന് ഗോൾഡ് ആണ്. LL02 770 റുപ്പീസ്, 770 രൂപ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. എല്ലാത്തിനും പുറകിൽ അഡ്ജസ്റ്റബിൾ ത്രെഡ് ആയത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ലെങ്ത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. LL02 ആണ് 770 റുപ്പീസ്. മോസ്റ്റ്ലി എല്ലാത്തിൻ്റെയും നമ്മൾ 770 റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം വിത്തിൻ 1000 കളക്ഷൻസ് ആണ്. 1000 ഒന്നും ഞാൻ പറയുന്നില്ല, വിത്തിൻ 900 കളക്ഷൻസ് ആണ് കേട്ടോ. വിത്തിൻ 770 അങ്ങനെ പറയാം. വിത്തിൻ 770 ആണ് മിക്കതിന്റെ. ഓക്കെ, മിക്കതിന്റെ 770 എന്ന് തന്നെ പറയാം. LL02 ആണ് ഇപ്പൊ കാണിക്കുന്നത് 770 റുപ്പീസ്, 770 റുപ്പീസ്. അടുത്തത് LL03 ആണ്. അത്രയും വലിയ ലോങ് ആയിട്ടുള്ള ബീഡ്, അതായത് കുറച്ചുകൂടെ അത്രയും വീതിയുള്ള ബീഡ് വേണ്ട, അല്ല അത്രയും കുറച്ച് ഗ്രാൻഡ് ആയിട്ടുള്ള ബീഡ് വേണ്ട, മണിമാല പോലത്തെ മതി എന്നുണ്ടെങ്കിൽ ഇതെടുക്കാം. സബിത ഹായ്, സുധർമ്മ ഹായ്, ലക്ഷ്മി ഹായ്. ഇത് LL03 ആണ്. എഗെയിൻ ഇതും 770. കമ്മൽ ഇതാണ്, കുറച്ചുകൂടെ കുഞ്ഞു കമ്മലാണ് മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ. കമ്മലിന്റെ സൈസ് ഇത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇട്ടിരിക്കുന്ന അത്രയും പോലും ഇല്ല, ഇത്രേ ഉള്ളൂ. അതിന്റെ പ്രൈസ് LL03 ആണിത്. ഇതും 770 റുപ്പീസ്. ഷീബ ആന്റണി ഹായ്, ധന്യ കെ സുരേഷ് ഹായ്. എല്ലാം ദേവി ഇംപ്രിന്റ് ഉള്ളതാണ് കേട്ടോ. വെരി സോറി, ദേവി ഇംപ്രിന്റ് ഉള്ളതാണ്. LL03 ആണ് 770. ദേവിയുടെ പെൻഡന്റ് ഇതാണ് കേട്ടോ. മൾട്ടി LL03 കമ്മൽ ഇതാണ് 770. ബീഡ്സ് ഇതാണ് കേട്ടോ. ബീഡ്സ് ഇങ്ങനെ രണ്ടും കൂടെ വെൽഡഡ് ആണ്. പുറകില് ഓപ്പൺ ആയിട്ടുള്ളതാണ്. ഹാഫ് സർക്കിൾ ബീഡ്സ് ആണ് കേട്ടോ. LL03 770. അടുത്തത് അതേ സെയിം പാറ്റേൺ, മിക്കതും ഇതേ സെയിം പാറ്റേൺ തന്നെയാണ്. പെൻഡന്റ് മാത്രമേ മാറുന്നുള്ളൂ. LL04 ആണ്. ഇതും 770. പെൻഡന്റ് വ്യത്യാസമുണ്ട്. മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ വേറെ ഒരു പെൻഡന്റ് ആണ്. LL03 ആണ്, 004 ആണ് 770. ഇതാണ് ദേവിയുടെ പെൻഡന്റ്. മറ്റേത് കുറച്ചുകൂടെ വലുതാണ്. ഇതിനൊക്കെ കുറച്ച് ഒരു പൊടിക്ക് വ്യത്യാസം മാത്രമേ ഉള്ളൂ. LL04 ആണ് 770 റുപ്പീസ്. കമ്മലും സെയിം കമ്മൽ തന്നെ കേട്ടോ, കമ്മലിന് വ്യത്യാസമൊന്നുമില്ല. LL04 ആണ് 770. നാലാമത്തതാണ്. ഇനി നമുക്ക് 7 എണ്ണം കൂടെ ഉള്ളൂ, പെട്ടെന്ന് തീർക്കാം. 770 റുപ്പീസ്. LL04 770. LL04 ആണ് ഇപ്പൊ കാണിച്ചത്. നാലാമത്തെ സെറ്റാണ്. അടുത്തത് LL05 ആണ്. എഗെയിൻ 770. പെൻഡന്റിന് മാത്രമേ വ്യത്യാസമുള്ളൂ, ചെയിനൊക്കെ സെയിം ആണ്. LL05 770. നോക്കിക്കേ, പെൻഡന്റ് കുറച്ചുകൂടെ വലുപ്പമുണ്ട്. പിന്നെ ഇത് ഫുൾ റെഡ് ബീഡ്സ് ആണ്. മറ്റേതിന് ഫുള്ള് റെഡും ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. ഇത് ഫുള്ള് റെഡ് ആണ് വരുന്നിരിക്കുന്നത്. LL05 ആണ് 770. LL05 770, 770 രൂപ. LL05 ആണ്. അഞ്ചാമത്തെ സെറ്റാണ് 770. അടുത്തത് LL06 ആണ്. എഗെയിൻ സെയിം സാധനം തന്നെ, മറ്റേതിന്റെ തന്നെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. LL06 770. എല്ലാത്തിന്റെയും സെയിം റേറ്റ് ആണ് കേട്ടോ, 770. ഇനിയിപ്പം 2-3 വരുന്നതിന് മാത്രം 670 ഉള്ളൂ. ഇതൊക്കെ 770 ആണ്. പെൻഡന്റ് നോക്കിക്കേ, ഇതൊക്കെ കണ്ടോ, നല്ല ഭംഗിയുള്ള പെൻഡൻസ് ആണ്, നല്ല സെറ്റുമാണ്. ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും റിയൽ ഗോൾഡ് പോലെ തന്നെ തോന്നിക്കുന്ന സെറ്റുകളാണ്. LL06 ആണിത്. 770 റുപ്പീസ് ആണ്. അഗെയിൻ കണ്ടോ, കണ്ടോ ആ പെൻഡന്റിന്റെ ഭംഗി കൂടെ വരുമ്പോഴത്തേക്കും നല്ല രസമാണ്.
ശരിക്കും റിയൽ ഗോൾഡ് പോലെ തന്നെ തോന്നിക്കുന്ന സെറ്റാണ്. ഒരെണ്ണം മതി. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ചെറിയൊരു മാലയിൽ ഒരു ചെറിയ ലോക്കറ്റ് ഉള്ളതൊക്കെ ആയിട്ട് ഇടാൻ പറ്റും. ഗോൾഡ് പോലെ തന്നെ തോന്നിക്കുന്നുണ്ട്. അതുപോലത്തെ ചെട്ടനാട് കോട്ടൺ സാരിയുടെ ഒക്കെ കൂട്ടത്തിൽ നല്ല ഭംഗിയായിരിക്കും. LL06 ആണ് ഇപ്പൊ കാണിക്കുന്നത്. 770 അഗെയിൻ സെയിം കമ്മലാണ് കേട്ടോ. 770. ആറാമത്തെയാണ് കാണിക്കുന്നത്. ഉദയദാസ് ഹായ്, അശ്വതി അർജുൻ ഹായ്, ഷീബ ആന്റണി ഹായ്. ആറാമത്തെയാണ് ദിവ്യ ജോജി ഹായ്. ലൈവ് ഇപ്പൊ പുതിയതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ദിവ്യ. അടുത്തത് ഒരു കാശിമാലയാണ്. LL07 ആണ്. 670 റുപ്പീസ്. നോക്കിക്കേ, സിമ്പിൾ ആയിട്ടുള്ളൊരു കാശിമാലയാണ്. കുറെ പേര് ചോദിച്ചിരുന്നു ഒത്തിരി വർക്കൊന്നും ഇല്ലാത്ത സാധാരണ കാശിമാല കൊണ്ടുവരാമോ എന്ന് ചോദിച്ചിരുന്നു. അവർക്ക് പറ്റിയൊരു സെറ്റാണ്. LL07 ആണ്. 670 റുപ്പീസ്. അതിന് ചെറിയൊരു ഡബിൾ കാശിന്റെ സ്റ്റഡ് വരുന്ന ഒരു ജിമുക്കയും കൂടെ വരുന്നുണ്ട്. ജിമുക്കാന്നൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. താങ്ക് യു. ജിമുക്കാന്നൊന്നും പറയാൻ പറ്റത്തത് ഇത്ര ഒരു പൊടിക്കൊരു ഹാങ്ങിങ് വരുന്നുണ്ട്. LL7 ആണിത്. 670 റുപ്പീസ്. ഇതിന് മാത്രമാണ് 670. LL07 ശശികല എൽ ഹായ്. LL07 ആണ്. 670. LL07 ആണ് കേട്ടോ. ഇത് ഏഴാമത്തെ സെറ്റാണ്. 670. ഇതിന്റെ ഈ ഒരു കാശിന്റെ ഇതിന്റെ മേളിൽ റെഡ് സ്റ്റോൺസ് വരുന്നുണ്ട് കേട്ടോ. ബീഡഡ് ഹാരം പ്ലീസ് റീസ്റ്റോക്ക്. ബീഡഡ് ഹാരം വി വിൽ ട്രൈ ദിവ്യ. എപ്പോഴും നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു അന്ന് നമ്മൾ ആ ലൈവ് ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു നമ്മളുടെ എക്കണോമിക് കളക്ഷൻസിന്റെ ബീഡഡ് ഹാരത്തിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുവാണെങ്കിൽ തന്നെ സെയിം പാറ്റേൺസ് അല്ലെങ്കിൽ സെയിം ഡിസൈൻസ് ആവില്ല. ബീഡഡ് സംഭവം ചെയിൻ സെയിം ആയിരിക്കും, പക്ഷെ പെൻഡൻസ് വേറെ വരും നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ ഉടനെ തന്നെ റീസ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഇനിയിപ്പം ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ഇത് ഇങ്ങ് തുടങ്ങും കേട്ടോ. ഫെബ്രുവരി ലാസ്റ്റിലേക്കൊക്കെ നമുക്കിന്ന് ട്രൈ ചെയ്യാം. മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്കും വിഷു സെയിൽ തുടങ്ങണം. അപ്പൊ അത് കാരണം അതിന് മുന്നേ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ ട്രൈ ചെയ്യാമെന്നേ പറയുന്നുള്ളൂ, ഉറപ്പ് പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് LL07 ആണ്. 670 കേട്ടോ. അമിത പ്രശോഭ് ഹായിഡാ. അടുത്തത് LL08 ആണ്. LL08 ആണ്. സെയിം സാധനം തന്നെ മുന്നേ കാണിച്ചത് തന്നെ. അതിന്റെ ഗ്രീൻ സ്റ്റോൺ. LL08 ആണ്. 670. 670. LL08 ആണ്. 670 കേട്ടോ. 670. 670. LL08 ലോങ് ആയിട്ടുള്ള കാശിമാല ഹാരം. LL08 മുന്നത്തത് തന്നെ ഗ്രീൻ സ്റ്റോൺ ആണെന്ന് മാത്രമേ വ്യത്യാസമുള്ളേ. LL08. കല സുരേഷ് ഹായ്. LL08 ആണ്. എട്ടാമത്തെ സെറ്റാണ്. LL08 ആണിത്. 670 റുപ്പീസ്. 670. വീണ ഷാജി ഹായ്. അടുത്തത് LL09 ആണ്. നമ്മൾ മുന്നേ കാണിച്ച ആ ഡബിൾ ലെയർ മാലയുടെ തന്നെ വേറൊരു പാറ്റേൺ. പക്ഷെ ഇതിനകത്ത് ഇതിന്റെ കമ്മലിന് സ്റ്റോൺസ് മാലയ്ക്ക് കുറച്ച് സ്റ്റോൺസ് കൂടുതലാണ്. അതായത് മാലയുടെ പെൻഡന്റിന് കേട്ടോ. LL9 ആണിത്. 770 അഗെയിൻ. 770 സീരീസ് എന്ന് വേണമെങ്കിൽ ഇതിന് പേര് കൊടുക്കാം. കാരണം മോസ്റ്റ്ലി മിക്കതിന്റെയും പ്രൈസ് 770 ആണ് കേട്ടോ. വിത്തിൻ 770 അല്ല, വിത്തിൻ 870 ആണ്. രണ്ടെണ്ണം ഒരെണ്ണം മാത്രമേ ഉള്ളൂ 870 കേട്ടോ. അടുത്തത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ 870. ബാക്കിയെല്ലാം 770 ആണ്. അപ്പൊ ഇത് നോക്കിക്കേ, LL9 770 റുപ്പീസ്. ഇതിന്റെ പെൻഡന്റ് കണ്ടോ. ഇതിന്റെ തന്നെ നമ്മൾ പെൻഡന്റ് മാത്രം വന്നിട്ട് ചെയിൻ മാത്രം ഉള്ളത് നമ്മൾ ബീഡഡ് പെൻഡന്റ് കളക്ഷൻസിൽ കൊടുത്തിരുന്നു. അതിന്റെ തന്നെ വേറെയാണ്. കാശിമാല ഒന്ന് കഴുത്തിൽ വെച്ച് കാണിക്കാമോ? കാശിമാല ഒന്ന് എടുത്തേട്ടോ. ഇത് LL9 ആണ്. 770 കേട്ടോ. ഇത് 770. പെൻഡന്റ് നോക്കിക്കേ, LL7 ആണ് ഇത്. സോറി 9 ആണ്. ഇത് 9th ആണിത്. 770. ഓക്കെ, കാശിമാല വെച്ച് കാണിക്കാം. ഇതിന് പുറകിൽ ത്രെഡാണ്. ത്രെഡ് ആവുമ്പോൾ അതിന്റെ ഞാൻ ഏറ്റവും ഇതിൽ ഞാൻ ഇട്ടിട്ട് കാണിക്കാം. ഇത്രയും ലെങ്ത് കിടക്കും. ഓക്കെ, ഇവിടെ ഇത് കാണുന്ന രീതിയിൽ ഇത്രയും ലെങ്ത് കിടക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് കയറ്റിയും ഇറക്കിയൊക്കെ ഇടാം. ഓക്കെ, കയറ്റി ഇറക്കിയൊക്കെ ഇടാം. അപ്പോൾ ഇതാണ് LL8 ആണ് കേട്ടോ. ഇപ്പം ഞാൻ കാണിക്കുന്നത് LL8 ആണ്. ലൈവ് കാണാറുണ്ട്. ഒന്നും വാങ്ങി കിട്ടിയില്ല. അയ്യോ, മനസ്സിലായില്ല. ഒന്നും വാങ്ങിയിട്ടില്ല, വാങ്ങാം. ഓക്കെ, അങ്ങനെയല്ലേ പറഞ്ഞത്. ഓക്കെ, ശരി. താങ്ക് യു സോ മച്ച്.
അടുത്തത് LL10 ആണ്. ഇത് കുറച്ച് നല്ലൊരു ഒരു ഒരു നഗാസ് മാല എന്ന് വേണേൽ പറയാം. LL10 ആണ്. ഇതിന് മാത്രമാണ് 870 വന്നിരിക്കുന്നത്. ബാക്കി മിക്കതും നല്ല, ബാക്കി എല്ലാം 670 അല്ലെ മറ്റേ ആ ഒരു 670 വന്നിരിക്കുന്നത് നമ്മൾ കാണിച്ചതിനകത്ത് ഇതിന്റെ മാത്രമേ ഉള്ളൂ 670 വന്നിട്ടുള്ളൂ, കാശിമാലയ്ക്ക് മാത്രം. ബാക്കി എല്ലാം 770 ആയിരുന്നു. എന്നിട്ട് കുറച്ചൊന്ന് റേറ്റ് വന്നിരിക്കുന്നത് ഇതിന് മാത്രമേ ഉള്ളൂ. അതിതൊരു ഒരു ബീഡഡ് ഇതൊരു നഗാസ് പോലത്തെ ഡിസൈൻ ഉള്ള മാല ആയതുകൊണ്ടാണ്. ഇത് ഞാൻ വെച്ച് കാണിക്കാം, അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ. ഭവ്യ സന്തോഷ് താങ്ക് യു. ദീപ അജി ഹായ്. മായ മേനോൻ പടിയത് ഹായ്. ഇത് LL10 ആണിത്, 10ാമത്തെ സെറ്റാണ് LL10. ഇത് 870 ആണ്. ഞാനിതൊന്ന് വെച്ച് കാണിക്കാം കേട്ടോ. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഭംഗി അറിയാൻ വഴിയില്ല. 10 ആണിത്, 870 റുപ്പീസ്. 870 870 LL10. 10ാമത്തതാണിത് 870. അർച്ചന ഇപ്പോൾ സിഗ്നേച്ചർ കളക്ഷൻസ് ലോഞ്ച് ഒന്നും കാണാനില്ലല്ലോ. സിഗ്നേച്ചർ കളക്ഷൻസ് ലോഞ്ച് എന്ന് പറഞ്ഞ ഏതാണെന്നൊന്ന് പറയൂ അനുപമ രഞ്ജിത്ത്, എനിക്ക് മനസ്സിലായില്ല. സിഗ്നേച്ചർ കളക്ഷൻസ് ഏതാണ് ഉദ്ദേശിച്ചതെന്ന് ഒന്ന് പറയണേ. LL10 ആണിത്, 870. ഇതാണ് മാല, അതിന്റെ കമ്മൽ ഇതാണ്. LL10 870 കമ്മൽ. ഇത് ഞാനിതൊന്ന് വെച്ച് കാണിക്കാം. ഷൈനി സതീഷ് ഹായ്. കണ്ട ഈ മാല. അർച്ചന ഗുഡ് മോർണിംഗ് അഗെയിൻ വിത്ത് എ ബ്യൂട്ടിഫുൾ ഇയറിംഗ്. പേഴ്സണൽ ജ്വല്ലറി ആണോ അതോ സെയിൽ ഐറ്റം ആണോ? ഇതോ എടാ ഇത് രേഷ്മ, ഇത് ദേവിയുടെ സ്റ്റഡുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്. സുഖമാണ് മിനി ഗണേഷ്. ഇത് ദേവിയുടെ സ്റ്റഡുള്ളതാണ്. രേഷ്മയ്ക്ക് പറ്റില്ലല്ലോ. ദേവി ടെമ്പിൾ ഇംപ്രിന്റ് ഉള്ളത് പറ്റില്ലല്ലോ രേഷ്മയ്ക്ക്. ഇത് ദേവി ഇതുള്ള നോർമൽ ജിമുക്ക. ഇത് എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ എപ്പോഴും സ്ഥിരമുള്ള ജിമുക്കയാണിത്. അപ്പൊ ഇത് കണ്ടോ, ഈ ഒരു മാലയുടെ ഇത് കണ്ടോ, ഇവിടെ വരുമ്പോഴത്തേക്കും കുറച്ച് വീതിയായിട്ട് വന്നിട്ട് ഇവിടെ മുഴുവനും ദേവിയുടെ വർക്ക് ഉള്ളതാണ്. നല്ല ഭംഗിയുള്ള സെറ്റാണ്. ഇൻഡിവിജ്വലി നമ്മൾ ക്ലോസപ്പിലൊക്കെ കാണുമ്പോഴൊക്കെ നല്ല ഭംഗിയാണ്. LL10 ആണ്, 870. ഐ മീൻ ന്യൂ അറൈവൽസ് ഇൻ സിഗ്നേച്ചർ കളക്ഷൻസ്. അതാണ് ഞാൻ ചോദിച്ചത്. സിഗ്നേച്ചർ കളക്ഷൻസ് എന്ന് പറയുന്നത് ഏതാണ് അനുപമ ഉദ്ദേശിച്ചതെന്നൊന്ന് പറയാം. നമ്മുടെ നാഗപടമാല, പാലക്കാമാല, എനാമൽ കളക്ഷൻസ് ആണോ അനുപമ ഉദ്ദേശിച്ചത്? അതൊന്ന് പറയണേ. അടുത്തത് LL11 ആണ്, ലാസ്റ്റ് സെറ്റ് ആണ്. ഇതും എഗെയിൻ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു നഗാസ് മാലയാണ്. LL11 ആണ്. ഇത് ഗ്രാൻഡ് ആണെങ്കിലും ഞാൻ ഇട്ട് കാണിക്കാം, ഇടുമ്പോൾ അത്രയും വലിപ്പം ഇല്ല. LL11 ആണ്, 770 റുപ്പീസ് എഗെയിൻ ഇതിനും കേട്ടോ. നോക്കിക്കേ, ദേവിയുടെ ഗജലക്ഷ്മി സെറ്റ് ആണ്. LL11 ആണിത്, 11ാമത്തെ സെറ്റ് ആണ്. 770 റുപ്പീസ്. 770 റുപ്പീസ്. താഴോട്ടും ദേവി വരുന്നു, മേളിലും ദേവി വരുന്നു. ഇത് ഞാൻ ഇട്ട് കാണിക്കാം. ബ്യൂട്ടിഫുൾ അനിയത്തി, ഇയർ കഫ് അവൈലബിൾ ആണോ ഡിയർ? ഇന്നലെ കാണിച്ച ഇയർ കഫ് ആണോ സന്ധ്യേച്ചി? വെരി സോറി, അത് ഭയങ്കരമായിട്ട് ഡിമാൻഡ് ആയിരുന്നു. അത് സോൾഡ് ഔട്ട് ആയി, കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ഔട്ട് ആണ്. അത് ഞാൻ ഉടനെ തന്നെ നമ്മളത് റീസ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഇതാണ് ഞാൻ ഇപ്പൊ കാണിച്ച സെറ്റ് LL11. ഇത് ഇട്ടിട്ട് നിങ്ങൾക്ക് ഒത്തിരി വലിപ്പവും തോന്നില്ലല്ലോ, കാരണം മേളിലൊന്നും ഇടരുത്. ഇങ്ങനത്തെ വലിയ മാലയൊക്കെ ഇടുമ്പോഴത്തേക്കും മേളിലോട്ടൊന്നും ഇടരുത്, ഒരൊറ്റ മാല മാത്രം ഇടുക. ഭയങ്കര ഭംഗിയായിരിക്കും. നമുക്ക് ആ ഒരു വലിയ മാലയുടെ ഒരു ഫീലും ഇല്ല, കാരണം ഇതുപോലത്തെ ഈ ഒരു ഇത്രയും ഇതായിട്ട് വന്നത് കാരണം. അതും 770 റുപ്പീസാണ് ഇത് കിട്ടുന്നത്. ഒത്തിരി വലിയ ജങ്കി മാലയൊന്നും അല്ല, ഒരു ഫംഗ്ഷന് പറ്റിയ ഒരു അത്രയും ഇതേ ഉള്ളൂ. ഒത്തിരി വലിയ ഓവറായിട്ടൊന്നും തോന്നിക്കത്തൊന്നുമില്ല കേട്ടോ. ഇപ്പൊ ഞാൻ ഈ ഒരു വർക്കുള്ള ബ്ലൗസും ഈ ഒരു ബോർഡറും ഒക്കെ ആയിട്ടും കൂടി അതിന് അത്ര വലിയൊരു ഓവറായിട്ട് തോന്നിക്കുന്നില്ല. അപ്പോൾ ഒരു കല്യാണത്തിന്റെ ഫംഗ്ഷനൊക്കെ പറ്റിയ ഒരു ഡ്രസ്സാണ്, ഐ മീൻ മാലയാണ്. LL11 ആണിത്, 770. ഇത് ജിമുക്ക ഇതാണ് കേട്ടോ. ദേവിയുടെ സ്റ്റഡ് വന്നിട്ട് താഴോട്ട് ഇങ്ങനെ കുടം പോലത്തെ ജിമുക്ക. ഓക്കെ, അപ്പൊ LL11 ആണിത്, 770 റുപ്പീസ് കേട്ടോ. 770. അപ്പൊ അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ ഒരു എക്കണോമി ഹാരം കളക്ഷൻസ് തീർന്നു. പെട്ടെന്ന് കഴിഞ്ഞു, 11 ഉള്ളൂ. നമ്മൾ എക്കണോമി ഹാരം കളക്ഷൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നിറ്റ്പിക്കായിട്ട് കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അത് 11 എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വർക്കുള്ള ടൈപ്പിലുള്ളതാണ് നമ്മൾ കാണിച്ചത്. ഓക്കെ, 11 കാണിച്ചത്. അനുപമയുടെ റിപ്ലൈ ഒന്നും പിന്നെ കണ്ടില്ല. എന്തായാലും നമ്മളുടെ പാലക്ക അല്ലെ നാഗപടം ഇനാമൽ കളക്ഷൻസ് ആണ് സിഗ്നേച്ചർ കളക്ഷൻസ് എന്തുകൊണ്ട് ഉദ്ദേശിച്ചതെങ്കിൽ നമ്മൾ അതിന്റെ പ്രൊഡക്ഷൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. കാരണം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാനത് പിന്നെയും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആവർത്തന വിരസത നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെയും പറയാത്തത്. ഇനാമൽ കളക്ഷൻസിന്റെ ലോക്കൽ ഇനാമൽ കളക്ഷൻസിന്റെ അതിപ്രസരം കാരണം നമ്മളത് നിർത്തിയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നിർത്തി. കാരണം നമ്മളാണ് അത് ലോഞ്ച് ചെയ്തത്. മയൂരയാണ് ഇനാമൽ കളക്ഷൻസിലുള്ള നാഗപടം അല്ലെങ്കിൽ പാലക്ക അതുപോലെ തിലക നാഗപടം ഒക്കെ നമ്മളാണ് ലോഞ്ച് ചെയ്തത്. അതിങ്ങനെ മാർക്കറ്റിൽ ഇങ്ങനെ ചെറുപറ ലോക്കലായിട്ട് അതിനെ ആക്കിയിട്ടുണ്ട്. അത് കാരണമാണ് നമ്മളത് സ്റ്റോപ്പ് ചെയ്തത്. അതിനി നമ്മൾ കൊണ്ടുവരില്ല.
ഉടനെ എങ്ങും അടുത്തെങ്ങും നമ്മൾ കൊണ്ടുവരത്തില്ല. അല്ലാത്ത സിഗ്നേച്ചർ കളക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഫെസ്റ്റീവ് സീസൺ നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും സിഗ്നേച്ചർ കളക്ഷൻസ് നമ്മൾ ഇറക്കുന്നത്. അപ്പം പ്രത്യേകിച്ചും ട്രഡീഷണൽ കളക്ഷൻസ് എന്ന് പറയുമ്പോൾ ക്രിസ്മസിനൊന്നും നമ്മൾ അത് കൊണ്ടുവരേണ്ട കാര്യം വരുന്നില്ലല്ലോ. ക്രിസ്മസിന് നമ്മൾ എപ്പോഴും AD സ്റ്റോൺസിന്റെ പുതിയ ലോഞ്ച് ആയിരിക്കും കൊണ്ടുവരുന്നത്. അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു, കാണിക്കുകയും ചെയ്തു. ഇനി ഇപ്പം നമുക്ക് ഇനി വരാൻ പോണത് വിഷു ആണ്. വിഷു സമയമാകുമ്പോൾ ഒബ്വിയസ്ലി സിഗ്നേച്ചർ കളക്ഷൻസ് പുതിയതുണ്ടാവും. അപ്പോൾ അത് വിഷുവിന്റെ ടൈമിലേക്കായിരിക്കും വരുന്നത്. ഇനി ഇപ്പം നിങ്ങൾക്ക് അതിന്റെ ഇടയ്ക്ക് വിഷുവിന്റെ ആ സമയത്തിനോട് ഇടയ്ക്ക് തന്നെ വേറെയും പല കളക്ഷൻസും നമുക്ക് ലോഞ്ച് ചെയ്യാനുണ്ട്. അത് കൊണ്ടുവരും കേട്ടോ. അപ്പാർട്ട് ഫ്രം ദ യൂഷ്വൽ നാഗപടം പാലക്ക നെക്ലസ് ഐ എം എക്സ്പെക്ടിങ് ന്യൂ ഡിസൈൻസ്. യെസ് അതിന്റെ ആൻസർ ആണടാ ഞാനിപ്പോൾ പറഞ്ഞത്. പുതിയ സിഗ്നേച്ചർ കളക്ഷൻസ് നമ്മളൊരു ഫെസ്റ്റീവ് സീസണിന്റെ ഭാഗമായിട്ടായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത്. ഉറപ്പായിട്ടും കൊണ്ടുവരുന്നതായിരിക്കും. നാളെ നമ്മൾ അതിന്റെ ഒരു പരീക്ഷണാർത്ഥം നമ്മൾ റെയിൻബോ ബാംഗിൾസ് നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. റെയിൻബോ ബാംഗിൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റെയിൻബോ ഗ്ലാസ് ബാംഗിൾസ് ആണ്. അത് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ലൈവ് കൊണ്ടുവരുന്നത്. മയൂരയിൽ നിന്ന് ആദ്യമായിട്ടാണ് നമ്മൾ സെല് ചെയ്യുന്നത്. അത് എങ്ങനെയുണ്ട് അതിന്റെ നമ്മുടെ റെസ്പോൺസ് എന്ന് അറിയുന്നത് അനുസരിച്ച് നമ്മൾ അത് പിന്നെയും കൂടുതൽ വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. കളർ വളകളാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മുടെ മെറ്റൽ വളകൾ, അതുപോലെ തന്നെ റെയിൻബോ ബാംഗിൾസ് മാത്രമല്ല മെറ്റൽ വളകൾ ഉണ്ടാവും. റെയിൻബോ ബാംഗിൾസ് ഒബ്വിയസ്ലി റെയിൻബോ ബാംഗിൾസ്, ഗ്ലാസ് ബാംഗിൾസ് ഉണ്ടാവും. പിന്നെ ഗ്ലാസ് ബാംഗിൾസിന്റെ വീതി കൂടിയ ടൈപ്പ് ഒരെണ്ണായിട്ടൊക്കെ ഇടുന്നതൊക്കെ ഉണ്ടാവും. അത് പരീക്ഷണാർത്ഥമാണ് കൊണ്ടുവരുന്നത്. നമ്മൾ അത് എങ്ങനെയുണ്ട് നമുക്ക് ആൾക്കാരുടെ റെസ്പോൺസ് അനുസരിച്ച് നമ്മൾ അതിന്റെ കൂടുതൽ വെറൈറ്റീസ് ആൻഡ് കൂടുതൽ സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നാളത്തെ ലൈവ് ആരും മിസ് ചെയ്യരുത്. 3 മണിയോ 4 മണിക്കോ ഒക്കെ ആയിരിക്കും നാളത്തെ ലൈവ്. ആരും മിസ് ചെയ്യരുത് കേട്ടോ. 1 ഓഫ് എ കൈൻഡ് കളക്ഷൻസ് ആയിരിക്കും, പുതിയതായിട്ടായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത്. അതും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും നമ്മൾ അത് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാളത്തെ ലൈവ് ആരും മിസ് ചെയ്യരുത് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. 11 എണ്ണം മാത്രമേ ഉള്ളൂ ഇന്നത്തെ ലൈവിൽ നമ്മൾ കാണിച്ചിട്ടുള്ളൂ. പെട്ടെന്ന് പോയി പെട്ടെന്ന് ഓർഡർ ചെയ്യാം. ഓക്കെ, ബൈ 2 ഗെറ്റ് 5% ഡിസ്കൗണ്ട് ഉണ്ട്. അതും മിസ് ചെയ്യരുത്. ഇന്നത്തെ ലൈവിൽ നിന്ന് നിങ്ങൾക്ക് ബൈ 2 ഗെറ്റ് 5% ഡിസ്കൗണ്ട് ഒക്കെ നിങ്ങൾ മാക്സിമം നിങ്ങൾ ചൂസ് ചെയ്യുക. കാരണം അതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ആണ് എല്ലാം. 870 റുപ്പീസിന് വിത്തിൻ ഓൾമോസ്റ്റ് എല്ലാം 770 റുപ്പീസ് ആണ്. അപ്പൊ 2 എണ്ണം 770ക്ക് നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 5% ഡിസ്കൗണ്ട് കിട്ടി. നല്ല പ്രൈസിന് നിങ്ങൾക്ക് 2 മാലകൾ, നല്ല 2 മാലകൾ നമുക്ക് കിട്ടും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ടാറ്റ, നാളെ കാണാം.